ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു പായസമാണ്. പായസം നമ്മൾ പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. എന്തായാലും അടുത്ത തവണ നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ല. എന്തായാലും ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൂപ്പർ പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. വലിയ സേമിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സേമിയ ഗീയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സേമിയ 3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സേമിയ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. സേമിയ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ 2 വലിയ ഗ്ലാസ് അളവിലുള്ള പാലും അതേ അളവിൽ തന്നെ വെള്ളവുമാണ് ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് പാലല്ല, പകുതി പാലും പകുതി വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരി കുതിർത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ചവ്വരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തിട്ടാണ് നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാത്രം പകുതി അടച്ചു വെക്കാം. നമ്മുടെ ചവ്വരി ഒന്ന് കുക്കായിട്ട് വരട്ടെ. ചവ്വരി നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചവ്വരി കുക്കായോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ ചവ്വരി അത്യാവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സേമിയയാണ്. സേമിയ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം വീണ്ടും പകുതി അടച്ചു വെക്കാം. നമ്മുടെ സേമിയ കൂടി ഒന്ന് കുക്കായിട്ട് വരണം. വീണ്ടും 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേമിയ അത്യാവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സേമിയ ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ പായസത്തിന് നല്ല കിഡിലൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി പായസം മാറ്റി വെച്ച് മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കൂടി ഗീ ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്നും ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പായസത്തിന്. കാഷ്യൂ നട്ട്സ് ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്, ഒരു രക്ഷയുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.